പറയുന്നത് ചെറിയ പീസാക്കി കൊടുത്തേ അമ്മച്ചിയുടെ ഇങ്ങോട്ട് കുറച്ച് കൂവി നോക്കട്ടെ, അവൻ കൂവുന്നില്ലേ? വരുന്നോ? ഹലോ. അപ്പൊ ഇന്ന് ഞങ്ങള് പള്ളിയിലൊക്കെ പോയി, അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലേക്ക് പോവാട്ടോ. കൊച്ചറാണിയുടെ അലോഷിയുടെ ഒക്കെ എടുത്ത് പോയിട്ട് ഞങ്ങള് വെലങ്ങിലേക്ക് പോകും. അപ്പൊ അവരെ ഞങ്ങൾ പിക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ഒരു വൃത്തി മെനയില്ലല്ലോ എന്നെ കാണാനായിട്ട്. അപ്പൊ ഞങ്ങളിതാ അവരുടെ അടുത്തെത്തി. കുറച്ച് ഓണത്തിന്റെ ചെറിയ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ബ്ലൗസ് എടുക്കാനുണ്ടായിരുന്നു സാരിക്ക്. അപ്പൊ അതൊക്കെ അതെടുത്ത് ഓൾട്ടർ ചെയ്യാനുണ്ടായിരുന്നു. അത് ഓൾട്ടറേഷൻ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പൊ ഞങ്ങൾ അവരെയും കൂട്ടിയിട്ടാട്ടോ ഞങ്ങൾ വെലങ്ങിലേക്ക് പോകുന്നത്. കൂകല്ലേ, ഇപ്പോഴത്തെ പല്ലൊക്കെ പറഞ്ഞു പോവൂലേ? അത് ചെരിഞ്ഞു വന്നാലും കുഴപ്പമൊന്നുമില്ല. ആർക്കാ ഇതിപ്പോ രണ്ടിൽ ഏത് കൊടുത്താലും സാലി മമ്മിക്ക് ഓക്കെയാ. മമ്മിക്ക് പിങ്ക് കൊടുത്താൽ മതി. സാലിമമ്മിക്ക് ബ്ലൂ. സാലിമമ്മിക്ക് ഏതും ചേരും. സാലിമമ്മിക്ക് രണ്ടും ചേരും. കാല് കൊച്ചിന്റെ കാല് നേരെ വാ പാച്ചു വാ. കഴിഞ്ഞോ? നിന്റെ അടുത്ത് കഴിഞ്ഞോ? ടാറ്റ പറഞ്ഞേ. ഗുഡ് ബോയ്. ഇറങ്ങ. നൈറ്റി ഒക്കെ എടുത്തോ? കൊച്ചാണി എന്തേ? എല്ലാരെയും പറക്കിക്കെട്ടി ഞങ്ങള് വീട്ടിലേക്ക് പോവാണേ. നൈറ്റി എടുത്തോടി മമ്മിയുടെ. പ്രാവശ്യം കൊച്ചറാണിയുടെയും അലോഷിയുടെയും വക, പാച്ചുവിന്റെയും വക. അമ്മച്ചിക്ക് അപ്പച്ചിക്ക് എന്താ കൊടുക്കുന്ന പാച്ചു? നൈറ്റി. മുണ്ട് ഞാൻ കണ്ടില്ലല്ലോ. മുണ്ടുണ്ടോ? അവരുടെ ഓണക്കോടി കൊടുക്കാൻ പോവാണ്. അമ്മുന്റെ വക എന്താ അമ്മു? അമ്മച്ചിക്ക് ഓണക്കോടി റൈസ് കുക്കർ. അല്ല, നമ്മൾ ഓണക്കോടി കൊണ്ടേ കൊടുക്കാൻ പോവാട്ടോ. ഇനി നമ്മൾ ഓണം കഴിഞ്ഞ് ഓഫീസിൽ ഓണം ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി വഴിക്ക് വരുള്ളൂ, അടുത്ത ആഴ്ച. ആണോ? പാച്ചുവിന് ഓണക്കോടി എടുത്തില്ല അല്ലേ? ഏതാ? മറ്റേ നെസ്റ്റിൽ അതാണോ ഇട്ടേ? നെസ്റ്റിൽ അപ്പൊ എത്ര നേരം നിന്നു നിങ്ങള്? ഭയങ്കര കരച്ചിലായിരുന്നു. അതെന്താന്നോ, അലോഷി ഓൾറെഡി ക്രൗഡിന്റെ ഇടയ്ക്കാണ് നിൽക്കുന്നത്. അപ്പൊ അലോഷി മാറി നിന്നാ പോലും ആൾക്കാർ പോയി കൊച്ചിന്റെ അടുത്ത് ഇങ്ങനെ കുഞ്ചിക്കുക. അപ്പൊ അപ്പോഴേക്കും അവൻ കരയാൻ തുടങ്ങും. എടുക്കും ക്ലീൻ ചെയ്യും. ചില ആൾക്കാരൊക്കെ എടുക്കുമ്പോ കുഴപ്പമില്ല. പിന്നെ അവൻ അങ്ങ് മടുക്കും. എടുത്തു കഴിഞ്ഞാൽ കൊച്ചിന് ഇഷ്ടപ്പെടുവോ? എന്നാ കയ്യിലിരിക്കുന്ന കൊച്ചിനെ ചുമ്മാ കളിപ്പിച്ചാ അത് മതി. പക്ഷെ എല്ലാവരും ഇങ്ങനെ വന്ന് എടുത്തു. അതെന്നെ പാച്ചു കരഞ്ഞേ? പാച്ചു ഓരോ സ്റ്റൈലാണ്. ഒരു പരിധിയില്ലേ പാച്ചു? പന്തോ തട്ടി കളിക്കാൻ. ഇങ്ങനെ ഞങ്ങള് വീട്ടിലെത്തിട്ടോ. മമ്മി ഇപ്പൊ അവിടെ
മമ്മി അവിടെ ഇരിപ്പുണ്ട്. മമ്മിക്ക് ഇത്ര വർഷമായിട്ട് ഞങ്ങൾ ഈ വീട്ടിൽ വന്നാലും ഞങ്ങളുടെ വണ്ടിയാ വരുന്നതെന്ന് മമ്മി ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഈ താഴെ ഇവിടെ പോയിട്ട് റിവേഴ്സ് എടുത്ത് തിരിച്ചു വരുമ്പോഴാണ് മമ്മിക്ക് മനസ്സിലാവുള്ളൂ ഞങ്ങളാ വന്നേന്ന്. അപ്പോഴാണ് മമ്മി ഒന്ന് ഗേറ്റ് തുറക്കുള്ളൂ. പപ്പ അവിടെ നിപ്പുണ്ടെങ്കിൽ പപ്പയ്ക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും കേട്ടോ ഞങ്ങളാ വന്നേന്ന്. അതെ, ഷാഡോയ്ക്ക് മനസ്സിലാകും, പപ്പയ്ക്ക് മനസ്സിലാകും. മമ്മിക്ക് പക്ഷെ മനസ്സിലാവൂല. ഞങ്ങൾ എപ്പോ വന്നാലും മമ്മി പറയും ഞങ്ങളല്ല അപ്പുറത്തെ വീട്ടിലെ അവരുടെ വണ്ടിയാ വരുന്നതെന്ന് പറഞ്ഞ് മമ്മി ഗേറ്റ് തുറക്കാതിരിക്കും. പക്ഷെ ഇപ്പൊ ഞങ്ങൾ വന്നപ്പോ പപ്പ കണ്ടിട്ടുണ്ട് ഞങ്ങൾ വന്നത്, അതുകൊണ്ട് ഗേറ്റ് തുറക്കും. ഇത് കണ്ടോ? ആരത്? എന്നാ എടുത്തോ, പിടിച്ചാ പിടിച്ചാ. ആ പിടിച്ചോ, പൊക്കോ പൊക്കോ. ഇറങ്ങാവേ. ഷാഡോ പാച്ചു വന്നതിന്റെ സന്തോഷമാണോ നോക്കിയേ? കണ്ടോ? വർത്താനം പറയുന്നത് കേട്ടോ. ഇല്ല, ആലോചന ഒന്നുമില്ല. പോവല്ലടാ, വരുവാ വരുവാണേ, വരുവാന്ന് പറ. അമ്മയ്ക്ക് പറഞ്ഞൂടെ? ഞാൻ പറയണോ? ഷാഡോ മോനെ അടങ്ങിയിരിക്ക. എന്റെ അമ്മേ, ബിസ്ക്കറ്റ് ഇല്ലെന്ന്. നാളെ രാവിലെ കൊണ്ട് കൊടുക്കുന്നേരം പാച്ചു മാറിക്കേ. പാച്ചു അതിന്റെ ഇടയ്ക്ക് കൈയിടുവാണേ. പറ്റത്തില്ല. എപ്പോഴും അമ്മുന്റെ ഷൂവിന്റെ ലൈസ് അങ്ങനെയാ ചാടി അഴിഞ്ഞു കിടക്കും. എന്റെ അമ്മേ, ബിസ്ക്കറ്റിന്റെ കവറിന്റെ ഒച്ച കേട്ടല്ലേ? ഇപ്പൊ ടിന്ന സാധാരണ ഇവന്റെ ഷാഡോയുടെ ബിസ്ക്കറ്റ് അമ്മുവിന്റെ ലക്ഷ്യമേ എന്നും കിട്ടാറുണ്ട്. ഇന്നിപ്പോ ഇല്ല, 2 ഉള്ളു, തീർന്നു. എന്നത്? അപ്പൊ 2 കൊടുത്തില്ലേ ഷാഡോയ്ക്ക്? എന്നിട്ട് ബാലൻസ് ഉണ്ടായിരുന്നോ? അപ്പൊ ഷാഡോയ്ക്ക് എത്ര എണ്ണം കൊടുത്തു? നിങ്ങൾ 2 ആ 4 ഉണ്ടെന്ന് പറഞ്ഞില്ല. ആണോ? ഇനി നീ പോണ്ട, അവിടെ നിന്നോ. അമ്മു സോക്സ് ഇട്ടിട്ടുള്ളൂ. ഷൂ എന്തെങ്കിലും ഇട്ടോണ്ട് പോവാ. സോക്സ് ചെളിയാവേ. അല്ല, അത് തുമ്പിയടി, തുമ്പി. തുമ്പി അമ്മു ചേച്ചിനെ വിളിച്ചിട്ടുണ്ടോ? പേടിയാ.
ചെല്ല്. ആ പാച്ചു വരുന്നുണ്ട്, അമ്മൂന് ധൈര്യം. ചെല്ല്. ചെല്ല്. അല്ല അപ്പൊ ഇന്നലെ മമ്മി വന്നോ ഇത് നൈറ്റ് മേടിക്കാൻ? നീ ഇന്നലെ മമ്മീനെ കൊണ്ടുപോന്ന് പറഞ്ഞിട്ടോ? അത് മമ്മിയുടെ ഇത് അലോഷിയുടെ വക. അപ്പൊ മമ്മി ഇന്നലെ പോയായിരുന്നോ? അപ്പൊ നിങ്ങൾ എവിടുന്നാ മേടിച്ചേ? ഓ, ഞങ്ങൾ ഇന്നലെ മന്തി വാങ്ങിക്കാൻ പോയപ്പോ ആദ്യം ഇവിടെ കയറി ഇത് വാങ്ങിച്ചു. 2 പേർക്കും. അല്ല നിന്റെ വെയിറ്റ് കുറഞ്ഞായിരുന്നോ? ആ 67 കിലോ നിന്നതാ. ഞങ്ങൾ ഇന്നലെ അതില് കഴിഞ്ഞു വന്നപ്പോ ഞാനെന്നാ സാരി എടുത്തോണ്ട് വരാന്ന് പറഞ്ഞു വിളിച്ചേ. അപ്പൊ എന്നോട് പറഞ്ഞു വിളിക്കുന്നതിന് മുമ്പ് 1 മിനിറ്റ് ഒന്ന് ക്യാമറ എടുത്ത് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോ പുറത്തെ ലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു 1 മിനിറ്റ് നിൽക്കേ വിളിച്ചു നോക്കാന്ന്. വിളിച്ചപ്പോ എവിടെ ഇല്ല, മന്തി കഴിക്കാൻ പോയേക്കുവാ. പിന്നെ ഞാൻ കടയിൽ കീ ഉണ്ടായിരുന്നു, ഞങ്ങൾ കയറി സാരി എടുത്തു പോന്നു. നീ കൊച്ചിനെ കൊച്ചിനെ കഴിക്കാൻ കൊടുക്കുന്നുണ്ടോ? കഴിക്കാൻ കൊടുക്കുന്നുണ്ടോ? വേഗം ഞാൻ വിചാരിച്ചു നിങ്ങൾ അവിടെ കാക്കനാട് ചുറ്റി പോയില്ലേ? എപ്പോ? പള്ളി കഴിഞ്ഞിട്ടോ? പള്ളി കഴിഞ്ഞ് ഞങ്ങള് വീട്ടിൽ വന്ന് നേരെ പുറത്തു പോയി, പിന്നെ പോയിട്ടില്ല. ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു. ഇന്നലത്തെ ഭയങ്കര ക്ഷീണമായി പോയി. കുറെ എന്താണെന്നറിയില്ല, ഇത്ര നാളും യാത്ര ചെയ്തിട്ട് ഈ കുറച്ച് നാളായില്ലേ ലോങ് ഡ്രൈവ് പോയിട്ടായിരിക്കും ഭയങ്കര മേലുവേദന. അത് പ്രായമാവുന്നതിന്റെ നന്നായി പോയി. എനിക്ക് ഇതുവരെയായിട്ട് ഞാൻ യാത്ര ചെയ്തിട്ട് മേലുവേദന. ആ കണ്ടോ, ഇത്ര എനിക്ക് മേലുവേദനയില്ല യാത്ര ചെയ്താൽ. എനിക്ക് അങ്ങനെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആയിരിക്കും. അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവിടെ ചൂടുണ്ടെന്ന് പറഞ്ഞാലും തണുപ്പുണ്ട്. ആ പക്ഷെ മറ്റേ ഈ ഇത് സ്റ്റീലിനാ വില കൂടുതൽ. ആ സ്റ്റീലല്ല ഞാൻ മേടിച്ചേ. നമ്മള് കഴിച്ചോണ്ടിരിക്കുന്ന സാധനം പാച്ചത്. എന്തിനാ വിഷമിക്കുന്നേ? ചെറിയ പീസാക്കി കൊടുത്തേ. അമ്മച്ചിയുടെ മോളെ നൂരിട്ടവനെയാ എത്രയായി നോക്കിയാ നേരത്തെ ഫുള്ളായോ നോക്കി. 1 മിനിറ്റ്. കുഞ്ഞു പീസ് കൊടുത്തേ, അത്ര വലുത് കൊടുക്കാതെ. ഞാനിവിടെ കുറച്ച് ദിവസം കഴിക്കാനൊക്കെ ഇരുന്നിട്ട് എനിക്ക് ചില ദിവസങ്ങൾ അല്ല പിള്ളേർക്ക് വേണ്ടി 5 ദിവസം എടുക്കാൻ പറഞ്ഞില്ല. വരുവാ പറയേ, ഞാനിപ്പോ തടി വെച്ചപ്പോൾ തോന്നുന്നുണ്ട്. ഉണ്ട്, ഭയങ്കര തടി വെച്ചു. മാറി, ഞാൻ കയറണം, എന്നാലേ അവരെ പിടിക്കാൻ പറ്റത്തുള്ളൂ. നീ വരുന്നുണ്ടോ? പാച്ചു വരുന്നുണ്ടോ? കാറ്റ് കൊടുത്തോ, പൊക്കോട്ടെ. ഇങ്ങോട്ട് പൂവി നോക്കട്ടെ, അവൻ പോകുന്നില്ലേ? വരുന്നോ? വാ, തലയിടിക്കാതെ വാ. ഷാഡോയാ നോക്കുന്നത്. തലയിടിക്കാതെ വാ. അടച്ചോ? ടാറ്റാ. എന്നാ ഇരിക്കേ. ഓക്കെ, ബൈ. പിന്നെ നമുക്ക് പിന്നെ കാണാം. ഷാഡോ ഇരിക്കും. ആ കേട്ടടി അമ്മച്ചി. മതി. ഗ്ലാസ് പൊക്കിയാ